ഏയ്, അപ്പം ഇതെന്താ ചെറി ബ്ലോസം ആണോ? പക്ഷേ അതിന് സീസണാണോ ഇപ്പം ബാംഗ്ലൂർ? ആ വോട്ടെവർ, നമുക്ക് ജാപ്പനീസ് കോൾഡ് കോഫി ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യമായിട്ട് പ്യാൽ, നന്ദിനിയുടെ പ്യാൽ വേണം, മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ ഷുഗർ, ജെലാറ്റിൻ പൗഡർ വേണം, പിന്നെ മെയിൻലി കോഫി പൗഡർ വേണം ഇതിന്, പിന്നെ ഒരു കപ്പും വേണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കോഫി പൗഡർ കപ്പിലേക്ക് ഇടുക. കണ്ടാൽ മനസ്സിലാവുമല്ലോ, കൂടുതൽ പറഞ്ഞ് ചളവാക്കുന്നില്ല. പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുക ആവശ്യത്തിന്, ഓരോരുത്തരുടെ മധുരം പോലെ. പിന്നെ നമുക്കൊരു പാത്രം വേണം, നല്ല കഴുകിയ പാത്രം. അതിൽ ജെലാറ്റിൻ പൗഡർ, ദെൻ ആഡ് സം വാട്ടർ, ദെൻ ഗ്യാസ് ഓൺ ആക്കുക, വെക്കുക, കലക്കുക. കുറച്ച് പാടാണ് അലിയാൻ. ആഫ്റ്റർ ദാറ്റ് ഈ രണ്ട് ഇതുകൂടെ മിക്സ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ദെൻ അടുത്ത പാത്രം വേണം, സെയിം പാത്രം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് പാലൊഴിക്കുക ആവശ്യത്തിന്. പിന്നെ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. അത് ഞാൻ കാണിച്ചില്ല, മറന്നുപോയി സത്യം പറഞ്ഞാൽ. എങ്ങനെയെങ്കിലും ഇത് നിങ്ങളെ കാണിക്കണം, അതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ മറന്നുപോയി. കലക്കി അടിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ആ സമയം കൊണ്ട് ഞാൻ മന്തി കഴിച്ചു, ഷെപ്സ് കുടിച്ചു. ഷെപ്സ് എന്നാണ് തോന്നല്ലേ പറയുന്നത് ഇതിന്. പിന്നെ കിട്ടിയപ്പം ദേ നല്ല തണുത്ത പാലും നല്ല സെറ്റായ കോഫിയും രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ആക്കുക. കാണാമല്ലോ, ഞാൻ കൂടുതൽ പറഞ്ഞ് ചളവാക്കുന്നില്ല. അവസാനം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല ഈ ഒറ്റക്കൈ വെച്ചിട്ടേ. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫാക്കി നല്ലതായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത്. പിന്നെയാണ് എനിക്കൊരു സത്യം മനസ്സിലാക്കിയത്, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വെച്ച് തന്നെ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേനെ. ഞാൻ കുടിച്ച് നോക്കി, എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാകും. കുഴപ്പമില്ല, പണിയില്ലാണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്തോ കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ശരി എന്നാൽ.